യെസ് മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ റിയൽ ഗ്യാസ് ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, മോളാർ വോളിയം ഓഫ് എ വാണ്ടർവാൾസ് ഗ്യാസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എക്സ്പ്രസിംഗ് ദ വാണ്ടർവാൾസ് ഇക്വേഷൻ ആസ് എ ക്യൂബിക് ഇക്വേഷൻ with molar volume as a variable. The ratio in moles per decimeter cube of the coefficient of Vm square to the coefficient of Vm for a gas having van der Waals constant A, B at 300 Kelvin, 380. സംഭവം നമുക്ക് വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. ചോദിച്ചിരിക്കുന്നത് എന്താ, ജസ്റ്റ് നമുക്കൊന്ന് അസസ് ചെയ്യാം. എന്താ ചോദിച്ചിരിക്കുന്നത്? Molar volume of van der Waals gas can be calculated by expressing the van der Waals equation as cubic equation. അപ്പോൾ van der Waals equation നമുക്കൊന്ന് എഴുതാം. van der Waals equation നമുക്കറിയാം P plus A by molar വോളിയത്തിന്റെ സ്ക്വയർ ഇൻറ്റു മോളാർ വോളിയം മൈനസ് ബി. 1 മോൾ ആണെങ്കിൽ ഇവിടെ എൻ ബി എന്നുണ്ടാവും, അതേപോലെ തന്നെ എൻ സ്ക്വയർ ബൈ വി എം സ്ക്വയർ എന്നുണ്ടാവും. അപ്പോൾ എൻ 1 ആണെങ്കിൽ പിന്നെ അത് മോളാർ വോളിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ 1 ആണല്ലോ എന്നിന്റെ വാല്യൂ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ ടേം അവിടെ ഒഴിവാക്കി 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് എഴുതിയത്. ഇസ് ഈക്വൽ ടു ആർ ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇതാണ് നമ്മുടെ വാൻ ഡെർ വാൾ ഇക്വേഷൻ. ഇതിൽ പറയുന്നത് എന്താ, ഇതിനെ ക്യൂബിക് ഇക്വേഷൻ ആക്കി മാറ്റണം ഇൻ ടേംസ് ഓഫ് വി എം ആസ് എ വേരിയബിൾ. അപ്പോൾ ഇവിടെ വി എം വേരിയബിൾ ആക്കി വെച്ചുകൊണ്ട് ഇതിനെ ക്യൂബിക് ഇക്വേഷൻ ആക്കും. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇത് ഈ വി എം സ്ക്വയറിനെ ഞാൻ ഇവിടെ ടോട്ടലായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദിസ് ബിക്കംസ് പി വി എം സ്ക്വയർ പ്ലസ് എ into Vm by minus B equal to RT into Vm square എന്നായി. കുഴപ്പമുണ്ടാവും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ LC എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. റെഡി അല്ലേ? ഇനി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെന്തായി? പി വി എം ക്യൂബ് പ്ലസ് എ വി എം മൈനസ് പി വി എം സ്ക്വയർ ഇൻറ്റു ബി മൈനസ് എ ബി ഈക്വൽ ടു ആർ ടി വി എം സ്ക്വയർ. ഇങ്ങനെ വന്നു. ഇതിലിവിടെ വി എം സ്ക്വയർ ഉണ്ട്, ഇവിടെയും വി എം സ്ക്വയർ ഉണ്ട്. അതിന് രണ്ടിനെ നമുക്ക് ഒന്നിപ്പിക്കാം. ഇപ്പൊ പി വി എം ക്യൂബ് പ്ലസ്, ഓർ വി വിൽ ടേക്ക് ഇറ്റ് ആസ് മൈനസ് ഇവിടെ വി എം സ്ക്വയർ കോമൺ ആണ്, ഇവിടെയും വി എം സ്ക്വയർ കോമൺ ആണ്. അപ്പൊ ഈ ആർ ടി വി എം സ്ക്വയറിനെ ഞാൻ എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് മൈനസ് ആർ ടി വി എം സ്ക്വയർ എന്നായി. അപ്പോൾ പി ബി പ്ലസ് ആർ ടി വി എം സ്ക്വയർ എന്നായി പ്ലസ് എ വി എം മൈനസ് എ ബി. ഇതാണ് എൻ്റെ ക്യൂബിക് ഇക്വേഷൻ, വേരിയബിൾ വി എം. കണ്ടോ? വി എം ക്യൂബ്, വി എം സ്ക്വയർ, വി എം, എ ബി കോൺസ്റ്റന്റ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? ചോദിച്ചിരിക്കുന്നത് ദ കോഎഫിഷ്യന്റ് ഓഫ് ദ റേഷ്യോ ഓഫ് ദി കോഎഫിഷ്യന്റ് ഓഫ് വി എം സ്ക്വയർ to the coefficient of Vm. Vm square and the coefficient എന്താ? മൈനസ് പി ബി പ്ലസ് ആർ ടി. അപ്പോൾ മൈനസ് ഓഫ് പി ബി പ്ലസ് ആർ ടി ഡിവൈഡഡ് ബൈ വി എമ്മിന്റെ കോഎഫിഷ്യന്റ് എന്താ? എ. ഇതിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിക്കും. റെഡിയല്ലേ? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂണിറ്റ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആണോ നോക്കണം. വേരിയബിൾ യൂണിറ്റ്സ് ആണെങ്കിൽ, വ്യത്യാസമുള്ള യൂണിറ്റ്സ് ആണെങ്കിൽ അതിനെ ഇക്വേറ്റ് ചെയ്ത് നിങ്ങൾ ആ ഈക്വൽ യൂണിറ്റ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അസസ് ചെയ്ത് നോക്കാം. പ്രഷർ തന്നിരിക്കുന്നത് എ ടി എമ്മിലാണ്. അപ്പോൾ ഇവിടെ ആർ വാല്യൂ എ ടി എമ്മിലാണ്. അതേപോലെ ബി എവിടെ? ബിന്റെ വാല്യൂ ഡെസിമീറ്റർ ക്യൂബിലാണ് തന്നത്. എന്റെ വാല്യൂ ഡെസിമീറ്ററിൽ തന്നെയാണ് തന്നത്. അപ്പോൾ ഇവിടെ എ ടി എം ഉണ്ട്. ഓക്കെ, എല്ലാം യൂണിറ്റ് എന്താണ്, നമുക്ക് കോൺസ്റ്റന്റ് ആണ്, അഥവാ യൂണിറ്റിൽ പ്രശ്നമില്ല. അപ്പോൾ ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ഡയറക്റ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. നോക്കൂ, മൈനസ് പി ബി പ്ലസ് ആർ ടി ബൈ എ. വാട്ട് ഇസ് പി? പി എത്രയാ? പി ഇസ് 300 എ ടി എം. ബി എത്രയാ? ബി 0.06 പ്ലസ് ആർ എത്രയാ? 0.082. ദെൻ ടി ഇസ് 300 ഡിവൈഡ് ബൈ എ. എ എത്രയാ? 6. സോ മൈനസ് ഓഫ്, നമുക്കിത് എത്ര വരും? ഇത് കൂട്ടിയാൽ 18 വരും അല്ലേ? 6 into 3 18 വരും. ഇവിടെ ആണെങ്കിൽ 8.2 into 3 8.2 into 3 എന്ന് പറയുമ്പോൾ 6 24.6 വരും ഡിവൈഡ് ബൈ 6. സോ മൈനസ് ഓഫ് 42.6 divided by 6,
that is equal to minus 7.1. So this is the answer.